ഹലോ, നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്താണ് വലിയ പ്രശ്നങ്ങൾ? ഒറ്റപ്പെടലാവാം, നിരാശയാകാം, റിജക്ഷൻസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അംഗീകരിക്കാനാവാത്ത തരത്തിലുള്ള എന്തെങ്കിലും നീതികേട് നമുക്കെതിരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, എനിക്കത് മുൻകൂട്ടി ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയാനൊക്കാതെ പോയി, അതുകൊണ്ട് ഓർക്കാപ്പുറത്തൊരടി. അങ്ങനെയൊക്കെയായ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് നിരാശയുടെ അടിയിലോട്ട് പോകുന്നു. പക്ഷേ അതിൽ നിന്ന് അതിജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയെന്നറിയാത്ത ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ 4-5 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്നത്. ഐ ലെറ്റ് ഗോ ഓഫ് വോട്ട് ഐ കാൺട്ട് കൺട്രോൾ. എൻ്റെ നിയന്ത്രണത്തിൽ പറ്റാത്തതായ കാര്യങ്ങളെ ഞാൻ വിട്ടുകളയുന്നു എന്ന് നമ്മൾ മനസ്സിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞാൽ ശരിയാകാത്ത കേസാണ്, ഇത് ഞാൻ ഇടപെട്ടാൽ ശരിയാകാത്തതായിട്ടുള്ള കേസാണ്, ഇങ്ങനെയുള്ളത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകളയുന്നു. മറ്റൊരു കോട്ടിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാവാത്തതായ വിഷയങ്ങൾ മറന്നു കളയുക, അല്ലെങ്കിൽ ക്ഷമിക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ മറക്കുക, ഇനി മറക്കാൻ കഴിയാത്തത് ക്ഷമിക്കുക. കൺഫ്യൂസ്ഡാണ്, അതിനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഐ ലെറ്റ് ഗോ ഓഫ് വാട്ട് ഐ കാൺട്ട് കൺട്രോൾ. ഐ ആം പ്രയോറിറ്റൈസിങ് മൈ ഓൺ ഹാപ്പിനെസ്. എൻ്റെ സന്തോഷങ്ങൾ ഈ ചില നഷ്ടങ്ങളെ മാത്രം ബന്ധപ്പെടുത്തി അല്ല കിടക്കേണ്ടത്. പലരും ആ നഷ്ടത്തെ മാത്രം നോക്കി നിന്ന് ഉള്ള സന്തോഷം കളയുകയാണ്. അത് ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ അത് വരും. അത്തരത്തിൽ മറ്റ് സമാധാനങ്ങൾ, അത് ആകാത്ത വഴി, തിന്മയുടെ വഴി, അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ പുറകെ പോകുന്ന സന്തോഷം കണ്ടെത്തുന്ന താൽക്കാലിക നൈമിഷികമായ സന്തോഷങ്ങളെക്കുറിച്ചല്ല. മനസ്സിന് സംതൃപ്തി ഒരു വ്യക്തിയിലല്ല, ഈ നമ്മളെന്ന് പറഞ്ഞ വ്യക്തി നിലനിൽക്കാൻ കാരണമായിരിക്കുന്ന ചില ശക്തികളിലാണെന്ന് തിരിച്ചറിയുക. അതിലാണ് എൻ്റെ സന്തോഷം. ഈ താൽക്കാലികമായ നഷ്ടങ്ങൾ എനിക്ക് ആത്യന്തികമായി എൻ്റെ അവസാനമല്ല. എൻഡ്, END, എൻഡ് അല്ല. ഇഫോർട്ട് നെവർ ഡൈസ്. പരിശ്രമം ഒരിക്കലും മരിക്കുന്നില്ല എന്ന് ചിന്തകന്മാർ പറഞ്ഞു. രാഷ്ട്രപിതാവായിരുന്ന അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞാണ്, ഒന്നും ഒരു എൻഡ് എന്ന് ചിന്തിക്കരുത്. ഇവിടെ അത് തീർന്നു എന്നല്ല, പരിശ്രമം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇഫ് സോ ഐ ക്യാൻ സീ ദ ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ് ഓൾ അറൗണ്ട് മീ. എൻ്റെ ചുറ്റും എല്ലാത്തിലും നന്മ കാണാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ സാധിക്കണം. മറ്റും ഇപ്പോൾ ഒരു പ്രത്യേക അന്ധകാരത്തിലിരിക്കുക, തലയ്ക്കകത്ത് ഒന്നും പറഞ്ഞാൽ കയറത്തില്ല, അതാണ് കൊയറ്റായിരിക്കുക. ഉടനെ റിയാക്ട് ചെയ്യാനോ നിശബ്ദമായി കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനാവാത്ത വിഷയത്തെ ചിലർ പറയാറുണ്ട്, ഐ ഹാവ് നോ കമൻസ് എന്ന് പറയും. പ്രതികരിക്കേണ്ട കാര്യമില്ല, നിശബ്ദത പാലിക്കുക. എന്നിട്ട് ആ നിമിഷം വരെ നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയിൽ കുടികൊള്ളുന്നതായ സത്വം സത്യം രണ്ടും തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടിയ നന്മകൾ, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയ മറ്റ് നന്മകൾ, ഇതിനു മുമ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പരിഹരിച്ച് കിട്ടിയ സന്ദർഭങ്ങൾ ഒക്കെ ഓർത്ത് നന്ദിയുള്ള ഹൃദയമായി അത് എഴുതി വെക്കണം. അന്നേരം മനസ്സിൽ വരത്തില്ല നന്ദി പറയേണ്ടതായ പോയിൻറ്റുകളൊന്നും. അങ്ങനെ വരാത്തതായ പോയിൻറ്റുകളൊക്കെ ഓർത്തോർത്ത് എഴുതി വെക്കണം. അന്നേരം എന്തൊക്കെയാണ് ഞാൻ നന്ദി പറയാൻ, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നന്ദി പറയാനുണ്ടോ? ഇല്ലെന്നായിരിക്കും പലരും പറയുന്നത്. പക്ഷേ എഴുതി നോക്കുമ്പോഴോ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതായ, ശ്വാസം എടുക്കുന്നത് കൊണ്ട് ഓക്സിജൻ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല, ശ്വാസം മുട്ടുമ്പോഴോ അല്ലെങ്കിൽ ശുദ്ധവായു കിട്ടാത്തപ്പോഴോ. അതുകൊണ്ട് ഓക്സിജൻ തന്നെ കിട്ടിയിരിക്കുന്ന ദാനം, കാഴ്ചയ്ക്ക് വേണ്ടി വെളിച്ചം ലഭിക്കുന്നതിന് നന്ദി പറയാൻ, അതുപോലെ നിസ്സാരമെന്ന് നമ്മൾ തള്ളിക്കളയുന്ന ഓരോ വിഷയങ്ങളിൽ നന്ദി പറയാം. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെയും കരുതുകയും സ്നേഹിക്കുകയും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെയോ അല്ലെങ്കിൽ സഹജീവികളായിട്ടുള്ളതിനെയൊക്കെ സ്നേഹിക്കുമ്പോൾ വേറൊരു വ്യക്തിയുമായി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് അയാളെപ്പോലെ എനിക്കാകാനായില്ല, അല്ലെങ്കിൽ ഇവരെ പോലെ എനിക്കത് കിട്ടിയില്ല എന്നല്ല. ഓരോ വ്യക്തിയും യുണീക്കാണ്, പ്രത്യേകതയുള്ളതാണ്. അതായത് മാങ്ങയ്ക്ക് മാങ്ങയുടെ രുചി, ആപ്പിളിന് ആപ്പിളിൻ്റെ രുചി. ആ മാങ്ങയിൽ നിന്ന് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രുചി ആ മാവിൽ വേണം, ഇല്ലെങ്കിൽ അതിനെ മാങ്ങ എന്ന് വിളിക്കില്ല, ചിലപ്പോൾ വെട്ടിക്കളഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തി, കേൾക്കുന്ന ആളുകളെന്ന് പറയുന്നവർ ഓരോരുത്തരും യുണീക്കാണെന്ന് വിശ്വസിക്കും. മറ്റൊരാൾക്കുള്ള ഗുണം എനിക്കില്ലല്ലോ എന്നല്ല, ഞാൻ ഇതിൽ തന്നെ പൂർണ്ണതയുള്ള ഒരാളായിട്ടാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിലൂടെ
നന്മ പ്രചരിക്കട്ടെ, നന്മയുണ്ടാകും, ഞാൻ എൻ്റെ ജന്മലക്ഷ്യം കണ്ടെത്തും. അങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ നമുക്കിടയാകണം.